Morning, Anla. Morning, viewers. യെസ് സർ, നമുക്ക് ആദ്യം തന്നെ US മാർക്കറ്റിലേക്ക് പോകാം. US മാർക്കറ്റിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു വീക്ക്ലി ബേസിലൊക്കെ പരിശോധിക്കുമ്പോഴേക്കും ഡൗ ജോൺസിൽ ഏകദേശം 3% ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ട്രേഡിങ്ങിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ, അത് വെള്ളിയാഴ്ചയിലെ കണക്കുകൾ മാത്രം പരിശോധിക്കുമ്പോഴേക്കും 1.39% മുന്നേറ്റത്തിൽ 41,317.43 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നാസ്ഡാക്കിലും S&P 500 സൂചികയിലും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് മൊമെന്റം വെള്ളിയാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും റിസൾട്ടുകൾ, മാഗ്നിഫിഷ്യന്റ് 7ലെ റിസൾട്ടുകളൊക്കെ ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിച്ചിരുന്നു. പക്ഷേ ഇനി മുന്നോട്ടേക്ക്, പ്രത്യേകിച്ചും ഈ ഒരു വീക്കിൽ FOMC യോഗ തീരുമാനങ്ങൾ അറിയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി മുന്നോട്ടേക്ക് ഈ ഒരു സൂചികയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, അമേരിക്കൻ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ഇപ്പോഴും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ നല്ലൊരു സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ 7 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 7 ട്രേഡിംഗ് സെഷൻസിലും തുടർച്ചയായിട്ട് നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ നേട്ടം നൽകാൻ ഡൗ ജോൺസ് ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ മുന്നിൽ ഇനി ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് 42,500 പോയിന്റ്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ബട്ട് അതിനു മുൻപ് നമ്മളൊരു നേരിയ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അതൊരു വലിയൊരു ഇടിവിലോട്ട് ഡൗ ജോൺസ് ഇൻഡെക്സ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ എഗെയിൻ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഇനി കാണാൻ സാധിക്കുന്ന 20,500 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അല്ല, ഇപ്പൊ മാഗ്നിഫിഷ്യന്റ് 7നെ കുറിച്ച് സംസാരിച്ചിരുന്നു. ആ ഒരു 7 സ്റ്റോക്സ്, അതായത് ടെസ്ല, എൻവിഡിയ, മെറ്റ, ഗൂഗിൾ, ആമസോൺ, ആപ്പിൾ മുതലായ സ്റ്റോക്സ് നോക്കുമ്പോൾ അതിലെ മെജോറിറ്റി ഓഫ് ദ സ്റ്റോക്സിൽ വളരെ ലോ റിസ്കിൽ നമുക്ക് ബുള്ളിഷ് സെറ്റപ്സ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. യെസ്. ഒപ്പം കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിലേക്ക് വരികയാണെങ്കിൽ ഒരല്പം ആശ്വാസകരമല്ല കാര്യങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നിപ്പോൾ WTI ക്രൂഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗണിലാണ് WTI ക്രൂഡ് ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്നത്. 3.95% ഇടിവിൽ 56.05 എന്നൊരു നിലയിലാണ് നിലവിൽ ഇപ്പോൾ WTI ക്രൂഡ് ട്രേഡിംഗ് നടന്നു വരുന്നത്. ബ്രണ്ടിലേക്ക് എത്തുകയാണെങ്കിലും സ്ഥിതി മാറ്റമില്ല. 3.5% ഇടിവിൽ 58.995 എന്നൊരു നിലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ജൂണോട് കൂടി ഒപെക് പ്ലസ് രാജ്യങ്ങൾ ക്രൂഡ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കും, അതിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പിന്നോട്ടേക്ക് പോകില്ല എന്നുള്ള പ്രഖ്യാപനമൊക്കെ ക്രൂഡ് മാർക്കറ്റിൽ, ഓൾറെഡി സമ്മർദ്ദത്തിലായിരുന്ന ക്രൂഡ് മാർക്കറ്റിനെ വീണ്ടും ഒരു വിൽപ്പനാ സമ്മർദ്ദത്തിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, നമ്മൾ ക്രൂഡ് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് കഴിഞ്ഞ 4-5 ആഴ്ചകളായിട്ട് ക്രൂഡിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിരുന്നു. ആൻഡ് ഇന്നത്തെ ഇടയിൽ നമുക്ക് ഒരു സർപ്രൈസും കാണാൻ സാധിക്കുന്നില്ല. വൈ? ബിക്കോസ് ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നതുകൊണ്ട്. ബട്ട് ക്രൂഡിന്റെ കേസിൽ ട്രേഡേഴ്സ് ആണെങ്കിൽ അവരെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഏപ്രിൽ മാസത്തിലെ ഏറ്റവും ലോ ലെവലായിട്ടുള്ള ഏകദേശം $54, 50 സെന്റ്, $55 ഈ ഒരു റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് ഉണ്ടെന്നുള്ള ഒരു കാര്യം മാർക്കരുത്. സോ ഇന്നും നാളത്തെ ട്രേഡിംഗ് സെഷൻസിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് $54-55 സപ്പോർട്ട് ലെവൽ ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് കവറിംഗ് ക്രൂഡ് ഓയിൽ കാണാൻ സാധിക്കും. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ക്രൂഡിൽ കാണാൻ സാധിക്കുന്നില്ല. യെസ്. അപ്പം ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ടും ഒരു പക്ഷേ ഇന്നിപ്പോൾ ഒരു 0.5% മുകളിലുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് കാണുന്നുണ്ട്. നിലവിൽ ട്രോയ് ഔൺസിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ 3262.735 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് നടന്നത്. പ്രധാനമായിട്ട് 3200 മുതൽ 3300 വരെയുള്ളൊരു റേഞ്ചിലാണ് ഇപ്പോൾ കൺസോൾഡേറ്റ് ചെയ്ത് നിലനിൽക്കുന്നത്. പക്ഷേ ഏർലി അവേഴ്സിൽ വളരെ ശക്തമായിട്ടുള്ളൊരു സ്പൈക്ക് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം വളരെ ശക്തമായിട്ടൊരു മൊമെൻറ്റം കീപ്പ് ചെയ്തിട്ട് ആ ഹൈ ലെവൽസിലാണ് ഇപ്പോൾ കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഗോൾഡിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ലിസ്റ്റിൽ വെക്കുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയായിരിക്കും? അല്ല, നമ്മൾ സ്വർണത്തിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏപ്രിൽ 22 ആയിരുന്നു ഓൾ ടൈം ഹൈ നമുക്ക് സ്വർണത്തിൽ കാണാൻ സാധിച്ചത്. അതിനുശേഷം നമുക്ക് തുടർച്ചയായിട്ട് വി ഹാവ് ബീൻ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ സ്വർണത്തിന്റെ കേസിൽ വെള്ളിയാഴ്ചത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ആ ഒരു സെല്ലിംഗ് പ്രഷറിൽ നമുക്കൊരു നേരിയ കുറവ് കാണാൻ സാധിച്ചു. ഡൗൺ സൈഡ് മൊമെന്റത്തിൽ ഒരു കുറവ് കാണാൻ സാധിച്ചിരുന്നു.
ബട്ട് ഈവൻ ഇത്രയും നീണ്ടു നിന്ന ഒരു കറക്ഷന് ശേഷം പോലും എനിക്ക് വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും സ്വർണത്തിൽ കാണാൻ സാധിക്കുന്നില്ല. സ്വർണത്തിൽ ഇന്നും നാളെയൊക്കെ ഒരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ആദ്യത്തെ 3225, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ $3360. സോ ഈ നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവൽസ് ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിലും ഷോർട്ട് ടേം ഇൻവെസ്റ്റർ ആണെങ്കിലും ഈ ആഴ്ച നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ $3210. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. യെസ്, ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും കഴിഞ്ഞൊരു വീക്കിൽ പൊതുവേ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഹൈ ലെവൽസിലേക്ക് എത്തിയതിനു ശേഷം ആ ഒരു ഹൈ ലെവൽസിൽ വീണ്ടും പിയേഴ്സ് പിടിമുറുക്കുകയും പിന്നീട് വീണ്ടും ഒരു ലോ റേഞ്ചിലേക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുകയുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റിയുടെ കേസ് എടുക്കുമ്പോൾ 24,346.7 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,589.15 എന്നൊരു നില വരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹൈ ലെവൽസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50ലുള്ള ഈ ഒരു കൺസോൾട്ടേഷനെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? പ്രത്യേകിച്ചും ഇന്നിപ്പോൾ എസ്പിയുടെ റിസൾട്ട് അടക്കം വന്നിട്ടുണ്ട്. അതിനോടൊക്കെ ഒരു റിയാക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മുന്നോട്ടേക്ക് ഇനി താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയായിരിക്കും? നിഫ്റ്റി 50യുടെ കേസിൽ നമുക്ക് ഏപ്രിൽ 7-ാം തീയതി ആയിരുന്നു മേജർ ബോട്ടം കാണാൻ സാധിച്ചത്. അതിനുശേഷം നമുക്കൊരു നേട്ടം നിഫ്റ്റി 50യിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. ആൻഡ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രി. ഒത്തിരി മാസങ്ങൾക്ക് ശേഷമായിരുന്നു ഈ ഒരു റിക്കവറി ആൻഡ് റാലിയിൽ റിലയൻസ് ഇൻഡസ്ട്രി പങ്കെടുത്തിരിക്കുന്നത്. ആൻഡ് നമ്മൾ നിഫ്റ്റി 50യുടെ ഹെവി വെയ്റ്റ്സ് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കിൽ നിന്നും നിഫ്റ്റി 50ക്ക് പിന്തുണ കിട്ടിയിട്ടുമുണ്ട്. ബട്ട് എങ്കിലും ഇത്രയും വലിയൊരു റിക്കവറി ആൻഡ് മൂവ്മെന്റിനെ തുടർന്ന് നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി വി ഷുഡ് കണ്ടിന്യൂസ്ലി ബി പ്രിപ്പയർഡ്. സോ നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കുമ്പോൾ കറക്ഷൻ നേരിടുന്ന സ്റ്റോക്കിൽ മാത്രമേ നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കാവൂ. നിഫ്റ്റി 50യുടെ കേസിൽ ഇപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 23,800 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഒരല്പം പ്രഷർ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കും. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഇപ്പൊ നിഫ്റ്റി 50യിൽ കാണുന്നത് 24,650 പോയിന്റ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് കൂടി വരികയാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിഫ്റ്റിയുടെ സമാനമായിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഹൈ ലെവൽസിലേക്ക് എത്തുകയും ആ ഒരു ഹൈ ലെവൽസിൽ പിന്നീട് ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വിധേയമാവുകയുമായിരുന്നു സൂചിക ചെയ്തിട്ടുണ്ടായിരുന്നത്. 55,115.35 എന്ന നിലയിൽ ക്ലോസ് ചെയ്തിരിക്കുന്ന സൂചിക വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡേ ഹൈ പരിശോധിക്കുമ്പോൾ 55,691.95 ഡേ ലോ എന്ന് പറയുന്നത് 54,994.4 എന്നൊരു നിലയുമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ എസ്പിയുടെ റിസൾട്ട്, കോട്ടക് ബാങ്കിൻ്റെ റിസൾട്ട് ഒക്കെ എത്തിയിട്ടുണ്ട്. ഈ ഒരു റിസൾട്ടുകളുടെ ഒക്കെ ഒരു പിൻബലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഡയറക്ഷൻ സ്വീകരിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയായിരിക്കും? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് മാർച്ച് മാസത്തിന് ശേഷം നിഫ്റ്റി 50 ഔട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡെക്സ് ഓഫ് സെക്ടർ നിഫ്റ്റി ബാങ്ക്. ആൻഡ് ഈ നിഫ്റ്റി ബാങ്ക് നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന 4 മേജർ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കോട്ടക് ബാങ്ക്, ഈ 4 പ്രൈവറ്റ് സെക്ടർ ബാങ്കിലും വലിയ തോതിലായിരുന്നു ബൈയിങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചത്. ആൻഡ് അതിനെ തുടർന്നായിരുന്നു ഇത്രയും ശക്തമായിട്ടൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചത്. സോ അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ നിഫ്റ്റി 50യുടെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ പുതിയ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 56,100 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1000 പോയിന്റിന്റെ നേട്ടം കൂടെ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. നിഫ്റ്റി ബാങ്കിങ് സെക്ടറിൽ നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ടത് പല ബാങ്കിങ് മേജേഴ്സും കഴിഞ്ഞ ആഴ്ച വീക്കെൻഡിൽ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസൾട്ട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കോട്ടക് ബാങ്കിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. സോ ഇത്തരം ബാങ്കുകളുടെ റിസൾട്ട് ഒക്കെ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാവൂ.
യെസ് സർ. അതിനോടൊപ്പം തന്നെ റിസൾട്ട് പ്രഖ്യാപിച്ച SBI സംബന്ധിച്ചാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. SBI സംബന്ധിച്ച് പറയുമ്പോഴേക്കും അവരുടെ അറ്റാദായത്തിൽ ഒരു 10% വാർഷികാടിസ്ഥാനത്തിൽ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 18,642.59 കോടി രൂപയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. അതേസമയം അറ്റ പലിശ വരുമാനത്തിൽ 3% വളർച്ചയും രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. മൊത്ത വരുമാനത്തിലും വളർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു പ്രൊവിഷൻസിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു 20.35% വാർഷിക വളർച്ചയോടെയാണ് പ്രൊവിഷൻസ് ഉയർന്നിരിക്കുന്നത്. SBIയുടെ ഈ ഒരു റിസൾട്ടിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വെള്ളിയാഴ്ച വളരെ ശക്തമായിട്ടൊരു ക്ലോസിംഗ് നടത്താൻ SBI ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൊമെന്റം മുന്നോട്ടേക്കും തുടരുമെന്ന പ്രതീക്ഷയുണ്ടോ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസൾട്ട് ഒരു മിക്സഡ് ബാഗ് ആയിരുന്നു. സോ ഞാൻ ഇതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ഒരു റിസൾട്ട് ആയിരുന്നു SBIയിൽ നിന്നും പ്രതീക്ഷിച്ചത്. മേ ബി മാർക്കറ്റിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ടായിരിക്കാം ഇത്രയും വലിയ റിക്കവറിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ 4 ആഴ്ചക്കിടെ പങ്കുചേരാത്തത്. ബട്ട് എങ്കിലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചാർട്ട് പരിശോധിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്രിട്ടിക്കൽ ക്രൂഷ്യൽ ഒരു ലെവലിലോട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നത്. ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 810 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഈ അപ്സൈഡ് മൊമെന്റം തുടരാൻ ചാൻസ് ഉള്ളൂ. കൈവച്ച് ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 758 രൂപ. യെസ്. അതിനോടൊപ്പം തന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. കൊട്ടക് മഹീന്ദ്ര ബാങ്കും കഴിഞ്ഞ ദിവസം അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പല എസ്റ്റിമേറ്റ്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള നമ്പേഴ്സ് അല്ല കൊട്ടക് മഹീന്ദ്ര ബാങ്കും കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിരിക്കുന്ന. അറ്റാദായത്തിലടക്കം 14% ഒരു ഇടിവ്, വാർഷികാടിസ്ഥാനത്തിൽ ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിലേക്ക് പരിശോധിക്കുകയാണെങ്കിലും കാര്യമായിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ്മെന്റ്, പ്രത്യേകിച്ചും റേറ്റ് കട്ട് സൈക്കിളൊക്കെ ആരംഭിച്ചിട്ടോ പോലും കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഒന്നും തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. വളരെ മാർജിനലായിട്ടൊരു അപ്സൈഡ് മൂവ്മെന്റ് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊട്ടക് മഹീന്ദ്ര ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ കോട്ടക് ബാങ്കിന്റെ കേസിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ നിഫ്റ്റി ഇൻഡെക്സിന് വലിയൊരു പിന്തുണ നൽകിയൊരു സ്റ്റോക്ക് ആയിരുന്നു കോട്ടക് ബാങ്ക്. ആൻഡ് കോട്ടക് ബാങ്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച തന്നെ ഈ സ്റ്റോക്കിൽ നമുക്ക് നേരിയൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. സോ റിസൾട്ട് നമ്മൾ SBIയെ കുറിച്ച് പറഞ്ഞ പോലെ ഒരു അല്പം ഡിസപ്പോയിന്റിങ് ഒരു റിസൾട്ട് ആയിരുന്നു. എങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഗൈഡൻസ് ഒക്കെ പഠിക്കുക. കൈവശം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 2110 രൂപ. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം എനിക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. യെസ്. അതിനോടൊപ്പം തന്നെ റിസൾട്ട് പ്രഖ്യാപിച്ച മറ്റൊരു PSU കമ്പനിയാണ് ഇന്ത്യൻ ബാങ്ക്. ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ചിട്ട് SBIയിലൊക്കെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയെങ്കിൽ വളരെ മികച്ച ഒരു പ്രകടനം നടത്താനായിട്ട് ഈ ഒരു Q4 ഇന്ത്യൻ ബാങ്ക് സാധിച്ചിട്ടുണ്ട്. അറ്റാദായത്തിൽ 32% വാർഷിക വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഏകദേശം ഒരു 16.25 രൂപയുടെ 25 പൈസയുടെ ഒരു ഡിവിഡൻഡ് കൂടി പ്രഖ്യാപിക്കാൻ കമ്പനി തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഓഹരികളിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഏപ്രിൽ 29 മുതൽ തുടർച്ചയായിട്ട് ഇങ്ങോട്ട് ഒരു ഇടിവിലാണ് അല്ലെങ്കിൽ ഒരു ഇടിവിലേക്കായിരുന്നു ഓഹരി പോയിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നതും 1.36% ഇടിവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഇന്ത്യൻ ബാങ്ക് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇന്ത്യൻ ബാങ്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു 4, 5, 6 മാസങ്ങളായിട്ട് ഈ സ്റ്റോക്ക് ഒരു സൈഡ് വേസ് പാറ്റേണിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ ഈ സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് 640, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് 460 ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ 2 ലെവൽസിൽ ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ട്രേഡിംഗ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. സോ ലെറ്റ് us wait and watch. അതിനോടൊപ്പം ഇന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന കമ്പനികളിൽ പ്രധാനി എന്ന് പറയുന്നത് പേടിഎം ആണ്. പേടിഎമ്മിനെ സംബന്ധിച്ചിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ പരിശോധിക്കുമ്പോഴേക്കും മറ്റു ലാഭത്തിലടക്കം ഒരു 8% വാർഷിക വളർച്ച കൈവരിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ പല അനലിസ്റ്റുകളും പങ്കുവച്ചിരിക്കുന്നത്. ഓഹരികളിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തിൽ 3.5% ഒരു ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏപ്രിൽ 25 മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ട് ഇടിവ് രേഖപ്പെടുത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പേടിഎമ്മിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പേടിഎമ്മിന്റെ കേസിൽ അഗെയിൻ നമുക്ക് മാർച്ച് മാസത്തിന് ശേഷം വലിയൊരു നേട്ടമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ആൻഡ് വെള്ളിയാഴ്ചത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുമുണ്ട്.
സോ നമ്മൾ ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 775 രൂപ. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന വെള്ളിയാഴ്ചത്തെ ഹൈ ലെവലായിട്ടുള്ള 879 രൂപ. യെസ്, അതിനോടൊപ്പം തന്നെ റിസൾട്ട് പ്രഖ്യാപിച്ച മറ്റൊരു കമ്പനി പാരസ് ഡിഫൻസ് ആണ്. പാരസ് ഡിഫൻസിനെ സംബന്ധിച്ചിട്ട് വളരെ ഒരു മികച്ച ഒരു സ്റ്റെല്ലാ പെർഫോമൻസ് ആണ് ഈ ഒരു Q4-ൽ കമ്പനി നടത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം മറ്റാദായത്തിലടക്കം 97% വാർഷിക വളർച്ച അവരുടെ ഒരു ലാഭത്തിൽ രേഖപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റിലേക്കുള്ള അനുമതിയും ഒക്കെ നേടിയിട്ടുണ്ട്. ഇനി ഓഹരികളിലേക്ക് കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം 0.5% മുകളിലുള്ള ഇടിവിൽ 1347.8 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പാരസ് ഡിഫൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പാരസ് ഡിഫൻസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും നമുക്ക് ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് വ്യാഴാഴ്ച നമുക്ക് കിട്ടിയിരിക്കുന്ന 1480 രൂപ. സോ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയും വലിയ നേട്ടം കിട്ടിയതിന് പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സോ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് പരിശോധിക്കാൻ ലോ റിസ്കിൽ എന്തെങ്കിലും ബൈക്കിന് അവസരം ഉണ്ടോ എന്ന്. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സമ്മർ സീസൺ ആണ്. തീർച്ചയായിട്ടും ഒരു സീസണൽ സ്റ്റോക്സിൽ AC സ്റ്റോക്സിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു സെല്ലിംഗ് നടക്കേണ്ടുന്നൊരു സമയമാണ്. ഏതായാലും ക്ഷമിക്കണം, AC കമ്പനികൾക്ക് വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് നടക്കുന്ന ഒരു സമയം, സെയിൽസ് നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അതേസമയം ബ്ലൂ സ്റ്റാർ ഏറ്റവും പ്രധാനമായിട്ടുള്ള ബ്ലൂ സ്റ്റാറിൻ്റെ ഓഹരികളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നിലവിൽ 2% മുകളിലുള്ള ഒരു ഇടിവിലേക്കാണ് ബ്ലൂ സ്റ്റാർ ഓഹരികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്ക് ഇടിവ് ഏകദേശം ഒരു ഏപ്രിൽ ഒരു 20-ന് ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്ക് വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആണ് ബ്ലൂ സ്റ്റാർ ഓഹരികളിൽ രേഖപ്പെടുത്തി വരുന്നത്. ബ്ലൂ സ്റ്റാറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ അതിന്റെ ബ്ലൂ സ്റ്റാറിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ 2400 രൂപയായിരുന്നു ഒരു മികച്ചൊരു ഹൈ എന്ന് പറയുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ഇതിന്റെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലായിട്ടുള്ള 1720 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുമുണ്ട്. സോ ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻ അറ്റ് ദിസ് മൊമെന്റ് ഹോൾഡ് ചെയ്യുന്ന വളരെ റിസ്കി ആയിരിക്കും. സോ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ബ്ലൂ സ്റ്റാറിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാനിപ്പോൾ വോൾട്ടാസിന്റെ ചാർട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ വോൾട്ടാസിലും വളരെ സിമിലർ ആയിട്ട് ഒരു പാറ്റേണാണ് കാണാൻ സാധിക്കുന്നത്. ഒത്തിരി സെല്ലിംഗ് പ്രഷർ ഈ രണ്ട് സ്റ്റോക്കും നേരിടുന്നുണ്ട്. യെസ് സർ, അതിനോടൊപ്പം തന്നെ IRFCയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. IRFC റിസൾട്ട് കഴിഞ്ഞ വീക്കിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറ്റാദായത്തിലൊരു മാർജിനലായിട്ട് ഏകദേശം 2% ഇടിവായിരുന്നു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഓഹരികളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഏപ്രിൽ 25-ന് ശേഷം ഇങ്ങോട്ടേക്ക് ഒരു ലോ ലെവൽസ് ഒരു കൺസോൾട്ടേഷൻ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും എന്നാലും ഒരു ഇടിവിന് അല്ലെങ്കിൽ ഒരു ബിയേഴ്സിൻ്റെ ഒരു ആധിപത്യം ഓഹരികളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നതും 0.22% ഇടിവിൽ 124.2 എന്നൊരു നിലയിലാണ്. IRFCയിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയായിരിക്കും? IRFCയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. IRFCയിൽ നമുക്ക് ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ IRFC 135 രൂപ 50 പൈസയുടെ റിസ്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. നമ്മുടെ കൈവച്ച് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 118 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. യെസ് സർ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ നിരാശപ്പെടുത്തുന്ന ഒരു പാദഫലം പുറത്തുവിട്ടൊരു കമ്പനിയായിരുന്നു സൊമാറ്റോ അഥവാ എറ്റേണൽ ലിമിറ്റഡ്. എറ്റേണൽ ലിമിറ്റഡിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും റിസൾട്ട് വളരെ മോശമായിരുന്നു എങ്കിൽ പോലും ഒരു പോസിറ്റീവ് ടോൺ, പ്രത്യേകിച്ചും തുടക്കത്തിലത്തെ ഒരു ക്യാൻഡിലൊക്കെ പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 0.5% നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. എറ്റേണലുള്ള ഈ ഒരു മൂവ്മെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇതൊരു ഷോർട്ട് കവറിങ് മാത്രമായിട്ടാണോ കണക്കാക്കേണ്ടത്, അതോ ഒരു ബുൾസിന് വീണ്ടും ഒരു തിരിച്ചുവരവ് ഈ ഓഹരിയിൽ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, നമ്മൾ ഇറ്റേണലിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ സ്വിഗ്ഗിയുടെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഇതിൽ രണ്ടിലും ലോങ് ടേം ട്രെൻഡ് ബെയറിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ബട്ട് എങ്കിലും കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ നമുക്ക് ഇറ്റേണലിന്റെ കേസിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് തീർച്ചയായിട്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. സോ നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 244 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക.
ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 251 രൂപയായിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 218 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. സർ, അതിനോടൊപ്പം തന്നെ സുസ്ലോണിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവെക്കാമോ? സുസ്ലോണിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണുന്നത്. സുസ്ലോണിന്റെ കേസിൽ 60 രൂപ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 66 രൂപയിലാണ് കാണുന്നത്. 66ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു സിറ്റുവേഷൻ കാണാൻ സാധിക്കും. ഏതായാലും താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം താങ്ക് യു ചെലവഴിച്ചതിന്. അല്ല. യെസ്, ഏതായാലും നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു ടൈം ആയിരിക്കുകയാണ്. എന്തായാലും ഇതിന് ശേഷം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സും ഒപ്പം തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനറുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.